സീരിയൽ കില്ലിംഗ് അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനകത്ത് ചില മാനസിക വൈകല്യങ്ങളുടെ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ചിലർ കൊല ചെയ്യുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ആനന്ദത്തിന് വേണ്ടിയാണ് കൊല നടത്തുന്നത്. ക്രൈം ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിൽ പ്രതിയായി വരുന്നയാളെ ശിക്ഷിക്കുന്നതിനൊപ്പം തന്നെ ആ പ്രതിയുടെ മനഃശാസ്ത്രം തീർച്ചയായും നമ്മൾ പഠിക്കണം. കാരണം കുറ്റാന്വേഷണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. ഒരിക്കലും കുറ്റം ചെയ്ത പ്രതിയെ ന്യായീകരിക്കുന്നതല്ല ഇതൊന്നും. മറിച്ച് ഭയപ്പെടുത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യരെത്തുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലേക്കുള്ള പടികളാണിത്. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് കൊല നടത്തുന്നതെങ്കിൽ പോലും പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള മാനസിക വൈകല്യങ്ങൾ പ്രതികളിൽ കാണാറുണ്ട്. ശാരീരികമോ ലൈംഗികമോ ആയ ദുരുപയോഗം, കുടുംബത്തിലെ അപര്യാപ്തത, വൈകാരികമായി അകലെയുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത മാതാപിതാക്കൾ, കുട്ടിക്കാലത്തെ അത്തരം ഹൃദയാഘാതങ്ങളെ അതിജീവിച്ചവരാണ് പല സീരിയൽ കില്ലർമാരും. മിക്ക കൊലയാളികളുടെയും ജീവചരിത്രത്തിൽ ആവർത്തിച്ചുള്ള ഒറ്റ തീമാണ് ട്രോമ എന്ന് പറയുന്നത്. കുട്ടിക്കാലം നന്നായി ആസ്വദിച്ച സീരിയൽ കില്ലർമാരുടെ കേസുകൾ ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാവുക. നന്മ നിറഞ്ഞൊരു ഭാവിയിലേക്കാവട്ടെ അവരുടെ ഓരോ ചുവടുവയ്പും. അതല്ലെങ്കിൽ ഒരുപക്ഷേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മൺകുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് പുതിയൊരു ഡിറ്റക്റ്റീവ് നോവലുമായിട്ടാണ്. സീരിയൽ കില്ലിംഗാണ് ഈ നോവലിൻ്റെ പ്രധാന പ്രതിപാദ്യം. ഇത് രചിച്ചിരിക്കുന്നത് അനുരാഗ് ഗോപിനാഥാണ്. നോവലിൻ്റെ പേര് ഡാർക്കസ്റ്റ് അവർ. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് കഥയിലോട്ട് കിടക്കാം. 2018 ആഗസ്റ്റ് 10 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസ്. അപ്പോൾ നിങ്ങളുടെ അമ്മ ഒറ്റയ്ക്കായിരുന്നു ആ ഫ്ലാറ്റിൽ താമസം അല്ലേ? എഴുത്ത് നിർത്തി പേന താഴ്ത്തി വെച്ച് തങ്കച്ചൻ ചോദിച്ചു. അതെ സാർ, ഞാനും കുടുംബവും 10 വർഷമായി ദുബായിലാണ്. അമ്മ ഇടയ്ക്കിടെ അവിടെ വന്ന് പോരാറുണ്ട്. പക്ഷേ ഈ നാടും ഈ മണ്ണും അമ്മയ്ക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയായി? 8 വർഷം സാർ. ഒറ്റ മകനാണല്ലേ? അതെ സാർ. ഇതിപ്പോൾ മോഹൻ സാറ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, അറിയാമല്ലോ. തങ്കച്ചൻ തുടർന്നു. അറിയാം സാർ. മോഹൻ സാർ എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവാണ് സാർ. അയാൾ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം കൂടാതെ മറവ് ചെയ്ത മൃതദേഹമല്ലേ? അല്ല, അമ്മ മരിച്ച് 5 മാസമായില്ലേ? ആയി സാർ. ഈ 19 ആകുമ്പോൾ 5 മാസം തികയും. അയാൾ മുഖത്ത് സന്നിവേശിക്കപ്പെട്ട വിഷമം മറച്ചുകൊണ്ട് പറഞ്ഞു. ദഹിപ്പിക്കുകയായിരുന്നു അല്ലേ? അതെ സാർ. അപ്പോഴിങ്ങനെയൊരു സംശയം തോന്നാൻ എന്താണ് കാരണം? കാരണം അമ്മയ്ക്ക് യാതൊരുവിധ അസുഖവും ഉണ്ടായിരുന്നില്ല. ആരോഗ്യവതിയായിരുന്നു. പിന്നെ മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് കൊളസ്ട്രോൾ പരിശോധനയും എക്കോ കാർഡിയോളജി ടെസ്റ്റുമൊക്കെ ചെയ്തതാണ്. 5 മാസം കൂടുമ്പോൾ അതൊക്കെ അമ്മ കൃത്യമായി ചെയ്തിരുന്നു. മരണസമയത്ത് നിങ്ങൾ വിദേശത്തല്ലായിരുന്നോ? ആരാണ് വിവരം അറിയിച്ചത്? അമ്മയുടെ സഹോദരൻ്റെ മകൻ രാഹുൽ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിൽ വന്നു പോകാറുണ്ട്. അന്ന് രാവിലെ അവൻ വന്ന് വിളിച്ചിട്ട് വാതിൽ തുറന്നില്ല. പിന്നെ എങ്ങനെയോ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ അവൻ കണ്ടത് അമ്മ സെറ്റിയിൽ മരിച്ചു കിടക്കുന്നതാണ്. TV അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അയാൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമർന്നു ഞെരിയുന്ന ബൂട്ട്സിൻ്റെ ശബ്ദം കേട്ടു. വേഗതയാർന്ന കാലടികളോടെ അവിടേക്ക് അക്ബർ കടന്നു വന്നു. തങ്കച്ചൻ എഴുന്നേറ്റ് നിന്ന് അക്ബറിനെ സല്യൂട്ട് ചെയ്തു. കൂടെ പരാതിക്കാരനും എഴുന്നേറ്റു. ഇരിക്കേ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം അക്ബർ തങ്കച്ചനോട് ചോദിച്ചു, എന്താണ് പുതിയ കേസ്? അതുകേട്ട തങ്കച്ചൻ മുന്നിൽ നിന്നയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സാർ, ഇത് മിസ്റ്റർ അരുൺ, മോഹൻ സാറിൻ്റെ ബന്ധുവാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പരാതി തരുവാൻ വന്നതാണ് സാർ. ഓഹോ, താങ്കൾ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അക്ബർ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. സാർ, വരൂ വരൂ, കടന്നു വരൂ. ഇരിക്കൂ മിസ്റ്റർ അരുൺ. താങ്ക് യു സാർ. പറയൂ, എന്താണ് ഞങ്ങൾ താങ്കൾക്കായി ചെയ്തു തരേണ്ടത്? സാർ, ഇതൊരു ഒഫീഷ്യലായ അന്വേഷണം വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്ന കേസല്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ സാറിനെ തേടി വന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഗ്യാതറിങ്ങിനിടയിൽ കമ്മീഷണർ മോഹൻ സാറിനെ കണ്ടിരുന്നു. എൻ്റെ മനസ്സിനെ മതിച്ചു കൊണ്ടിരുന്ന ആ സംശയം ഞാൻ അദ്ദേഹത്തോട് പങ്കുവച്ചു. മോഹൻ സാറാണ് താങ്കളെപ്പറ്റി പറഞ്ഞതും വന്നു കാണുവാൻ ഉപദേശിച്ചതും.
അരുണിൻ്റെ സംസാരം അക്ബർ ശ്രദ്ധിച്ചു. ഒറ്റ മകനാണ് ഞാൻ. ദുബായിലാണ് ജോലി. എൻ്റെ ഭാര്യയും പിന്നെ 3 വയസ്സുകാരൻ മകനും. അമ്മ ജാനകി അമ്മാൾ. ഇവിടെ ഞങ്ങളുടെ കടവന്ത്രയിലെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. ഒറ്റയ്ക്കോ? അക്ബർ ചോദിച്ചു. അതെ സാർ, ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാറുണ്ട്. എന്നിട്ട്? അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മരണകാരണമായൊരു രോഗവും അലട്ടിയിരുന്നതുമില്ല. അരുൺ തുടർന്നു. മരിച്ചു കിടന്നത് ആദ്യം കണ്ടത് രാഹുലാണ്, എൻ്റെ അമ്മാവൻ്റെ മകൻ. അയാൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ് സാർ. എന്തോ കാർ ആക്സസറീസ് ഒക്കെ. അയാൾ പറഞ്ഞു. എന്നിട്ട് പറയൂ. അവൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ മിസ്റ്റർ ജേക്കബിനെ വിവരമറിയിച്ചു. അദ്ദേഹമാണ് മരണം ഉറപ്പാക്കിയത്. അതിനുശേഷം രാഹുൽ എന്നെ വിളിച്ച് വിവരം പറയുകയുമായിരുന്നു. ഹൃദയാഘാതമെന്ന് പറഞ്ഞതാരാണ്? അക്ബർ ചോദിച്ചു. ഡോക്ടർ ജേക്കബ്. അരുൺ മറുപടി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്നതൊക്കെ ആ ഒരവസ്ഥയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും എന്തോ എനിക്ക് പിന്നീട് എവിടെയൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നത് പോലെ തോന്നി തുടങ്ങി. അതെന്താണ്? അക്ബർ ആകാംക്ഷയോടെ ചോദിച്ചു. അത് സാർ, ധൈര്യമായിട്ട് പറയൂ മിസ്റ്റർ അരുൺ, അക്ബർ പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുൻപ് അന്മയുടെ മെഡിക്കൽ ചെക്കപ്പ് റിപ്പോർട്ട് കണ്ടു. അതിൽ ഹൃദയ സംബന്ധമായ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സാർ. എന്തെങ്കിലും മോഷണം പോയിരുന്നോ അവിടുന്ന്? അക്ബർ ചോദിച്ചു. അറിയില്ല സാർ. അമ്മയുടെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെട്ടിരുന്നില്ല. അധ്യാപികയായി റിട്ടയർ ചെയ്ത അമ്മ അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നുമില്ല, അരുൺ പറഞ്ഞു. അടുത്ത കാലത്തായി രാഹുലിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം? പൊടുന്നനെയുള്ള അക്ബറിൻ്റെ ചോദ്യം കേട്ട അരുൺ ഒന്ന് പകച്ചു. അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? പറയൂ. ഒന്നുമില്ല. ഉണ്ടോ? അക്ബർ ചോദിച്ചു. ഇപ്പോൾ ബിസിനസ് നല്ല ലാഭമാണെന്ന് അവൻ പറയുന്നു. സാമാന്യം നല്ല നിലയിലാണ്. പിന്നെ അവൻ പ്രണയിച്ച കുട്ടിയെ തന്നെ വിവാഹവും ചെയ്തു. ഇവിടെ ലാബ് ടെക്നീഷ്യനാണ് ആ കുട്ടി. പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞത് ഡോക്ടർ ജേക്കബാണ് സാർ. അത് വേണ്ട. ഇനി അമ്മയെ വെട്ടിമുറിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യം എന്നെ തളർത്തി. അങ്ങനെ ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഞാനതിൽ ഖേദിക്കുന്നു. അയാൾ മുഖം താഴ്ത്തി. അരുണിൻ്റെ കണ്ണുകൾ നീരണിഞ്ഞിരുന്നു. അരുൺ സാർ, അയാൾ പെട്ടെന്ന് മുഖം തുടച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ അമ്മയുടെ മരണകാര്യം അറിയുക എന്നത് എത്രമാത്രം സാധ്യമായ കാര്യമാണെന്നൊന്നും എനിക്കറിയില്ല. പറയൂ, സാറിന് എന്നെ സഹായിക്കാനാവുമോ? ദഹിപ്പിക്കുകയും അസ്ഥിയും ചാരവും നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ? അത്രയും പറഞ്ഞ് അക്ബർ അയാളുടെ മുഖത്തേക്ക് നോക്കി. സാർ, അയാൾ കേണപേക്ഷിക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് നിങ്ങളുടെ ആ ഡോക്ടറെയും രാഹുലിനെയും ഒന്ന് കാണണം. എന്നിട്ട് ഞാൻ പറയാം. അല്ല, നിങ്ങൾ ആ ഫ്ലാറ്റിലാണോ ഇപ്പോൾ താമസം? അക്ബർ ചോദിച്ചു. അല്ല സാർ, ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലാണ്. ഇപ്പോഴാ ഫ്ലാറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അമ്മയുടെ മരണശേഷം അവിടെ ഉപയോഗിച്ചിട്ടില്ല. ശരി, ഞാൻ നാളെ അവിടെ വരെ ഒന്ന് വരാം. ഏതായാലും താങ്കൾ ആ ഫ്ലാറ്റിലുണ്ടാവണം. കൂട്ടത്തിൽ രാഹുലിനെയും ആ ഡോക്ടറെയും വിളിച്ചോളൂ. ശരി സാർ. അരുൺ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. തങ്കച്ചോ? അക്ബർ വിളിച്ചു. വിളി കേൾക്കുവാൻ കാത്തു നിന്നെന്ന പോലെ അയാൾ അകത്തേക്ക് വന്നു. സാർ, താൻ ആ കേസ് മുഴുവൻ കേട്ടോ? അക്ബർ ചോദിച്ചു. കേട്ടു സാർ, തങ്കച്ചൻ പറഞ്ഞു. ആ രാഹുലിനൊരു വശപ്പിശക്ക് തോന്നുന്നുണ്ടല്ലേ സാർ? അതെ. സംശയിക്കാനാണെങ്കിൽ ജേക്കബ് ഡോക്ടറും വിളഞ്ഞ പുള്ളിയാണ്. അതെ സാർ, തങ്കച്ചൻ ശരിവെച്ചു. നാളെ രാവിലെ അതുവഴി വരാം നമ്മൾക്ക്. എന്താ? അക്ബർ പറഞ്ഞു. പിന്നെന്താ സാർ? ആഗസ്റ്റ് 11, സമയം 9 AM. ഇത് വിജയൻ സാർ, റിട്ടയേർഡ് കേണലാണ്. ഞങ്ങളുടെ അയൽവാസിയാണ്. അരുൺ ഒരു മധ്യവയസ്കനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. നമസ്കാരം സാർ. അക്ബർ അയാളെ അഭിവാദ്യം ചെയ്തു. അന്ന് ജാനകിയമ്മാൾ മരിച്ച രാത്രിയിൽ അസാധാരണമായ എന്തെങ്കിലും ശബ്ദമോ മറ്റോ കേട്ടതായി ഓർമ്മയുണ്ടോ? കേണൽ അല്പസമയം ആലോചനയിലാണ്ട് നിന്നു. പ്രത്യേകിച്ച് ആ ഗൗരവ പ്രകൃതക്കാരിയായിരുന്നു ജാനകിയമ്മാൾ. പക്ഷേ അന്ന് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതിനെപ്പറ്റി ഭാര്യയോട് പറയുകയും ചെയ്തു. പിറ്റന്നാണ്. അയാൾ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. അരുൺ മുഖം തിരിച്ചു കളഞ്ഞു. അവരെപ്പോഴെത്തും? പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ അക്ബർ ചോദിച്ചു. ഇപ്പോഴെത്തും സാർ, അരുൺ പറഞ്ഞു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ അക്ബർ അവിടമാകെ വീക്ഷിച്ചു. TV അവർ കിടന്ന പൊസിഷനെല്ലാം അക്ബർ സസൂക്ഷ്മം പരിശോധിച്ചു. ഈ TV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സാർ. അരുൺ പറഞ്ഞത് അക്ബർ ശ്രദ്ധിച്ചില്ല. പകരം ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നർ ഉണ്ടോ എന്ന ചോദ്യമാണ് അക്ബർ ചോദിച്ചത്. ഉണ്ടായിരുന്നു, ദാ ഇവിടെ. അയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തേക്ക് അക്ബർ നോക്കി. ദീർഘചതുരാകൃതിയിൽ അതവിടെ ഇരുന്നിരുന്ന ഒരു അടയാളം ഭിത്തിയിൽ അവശേഷിച്ചിരുന്നു. എന്നിട്ട് അതെവിടെ? അത് രാഹുൽ വാങ്ങിക്കൊണ്ടുപോയി സാർ. അതെന്നായിരുന്നു? അക്ബർ ചോദിച്ചു.
ശ്രാദ്ധകർമ്മത്തിൻ്റെ അന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അരുൺ ഓർത്തെടുത്ത് മറുപടി പറഞ്ഞു. നിങ്ങളുടെ അമ്മയുടെ മരണം ഒരു വെൽ പ്ലാൻ മർഡറാണ് അരുൺ. അക്ബർ പറഞ്ഞത് കേട്ട് അരുൺ ഞെട്ടി. സാർ, അപ്പോൾ അതെ, നിങ്ങളുടെ സംശയം ശരിയാണ്. നൈട്രസ് ഓക്സൈഡാണ് നിങ്ങളുടെ അമ്മയുടെ ജീവനെടുത്തത്. സാധാരണയായി ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകമാണിത്. ഇതൊരു രാസസംയുക്തമാണ്. N2O സമവാക്യത്തോടു കൂടിയ നൈട്രജൻ ഓക്സൈഡ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ഇത് നിറമില്ലാതെ ജ്വലിക്കുന്ന വാതകമാണ്. നേരിയ ലോഹസുഗന്ധവും രുചിയുമുണ്ടാവും. കൃത്യമായ ഇടവേളകളിൽ സ്പ്രേ ചെയ്യുന്ന ഓട്ടോമാറ്റിക് യന്ത്രത്തിൽ നിറച്ച നൈട്രസ് ഓക്സൈഡാണ് ജാനകി അമ്മളുടെ ജീവനെടുത്തത്. നിർത്താതെ ചിരിച്ച് ശ്വാസോച്ഛ്വാസം നിലച്ച് ഹൃദയം തകർന്നുള്ള മരണം. കേണൽ പറഞ്ഞ ചിരിയുടെ രഹസ്യം മനസ്സിലായോ? മരണകാരണം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി ആര്, എന്തിന്? ഇത്രയും മാത്രം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ ആ അതിഥികൾ വരും വരെ കാത്തിരുന്നേ മതിയാവൂ, അരുൺ അക്ബർ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ആരാധനയോടെ അരുൺ അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ, ഇത്രയും വേഗത്തിൽ ഇതെങ്ങനെ? അരുൺ ചോദിച്ചു. പറയാം. ഈ ഫ്ലാറ്റിന് ആകെ ഈ ഒരേ ഒരു വാതിലല്ലേ ഉള്ളൂ, അല്ലേ? അക്ബർ വാതിലിൽ പിടിച്ച് അകത്തേക്കും പുറത്തേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ശാരീരികപരമായ അസ്വസ്ഥത തോന്നിയാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ ആദ്യം എന്താണ് ചെയ്യുക? അക്ബർ അരുണിനോട് ചോദിച്ചു. അത് ഫോൺ ചെയ്ത് വൈദ്യസഹായം അഭ്യർത്ഥിക്കുകയോ അതല്ലെങ്കിൽ അടുത്തുള്ള ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. അതെ, പൊതുവെ അയൽപക്കത്തുള്ളവരോട് നല്ല സഹകരണ മനോഭാവമുള്ള സ്ത്രീയായിരുന്നു നിങ്ങളുടെ അമ്മ എന്നല്ലേ പറഞ്ഞത്? അതെ സാർ. അപ്പോൾ അവർ എന്തുകൊണ്ടാവും നിർത്താതെ ചിരി വന്നിട്ടും അതിൻ്റെ പിന്നിലെ അപകടം മനസ്സിലാക്കി പുറത്തിറങ്ങി ആരെയെങ്കിലും അറിയിക്കുകയോ അതല്ലെങ്കിൽ ഫോണിൽ ആരെയെങ്കിലും ബന്ധപ്പെടുകയോ ചെയ്യാതിരുന്നതെന്ന് ചിന്തിച്ചു നോക്കരുൺ. അവരുടെ മരണം നടന്ന രാത്രിയിൽ ഇവിടെ വന്നു പോയത് ആരൊക്കെയാണെന്ന് ഞാൻ താഴെ സെക്യൂരിറ്റിയുടെ രജിസ്റ്ററിൽ നോക്കിയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ അമ്മാവൻ്റെ മകനും അയാളുടെ പ്രതിശ്രുത വധുവായ ലാബ് ടെക്നീഷ്യൻ പെൺകുട്ടിയും ആ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. 7:30 വന്ന അവർ 9 മണിയോടെ മടങ്ങിപ്പോയി. അവരുടെ കൈകളിൽ ഒരു പൊതി ഞാൻ CCTV ഫൂട്ടേജിൽ കണ്ടുപിടിച്ചു. അതൊരു കെൻറ്റക്കി ചിക്കൻ പൊതി ആയിരുന്നു. ചുവന്ന പൊതി. അവർ ഇവിടെ ചിലവഴിച്ച 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ എന്തെങ്കിലും മയക്കം വരുന്ന പദാർത്ഥം കൊണ്ടുവന്ന ഭക്ഷണത്തിൽ കലർത്തിയിട്ടുണ്ടാവാം. കോളയിലോ ആ സലാഡിലോ അങ്ങനെ എന്തിലെങ്കിലും ആവാം. അതുകൊണ്ടാണ് ചിരി നിർത്താൻ കഴിയാതെ ഇരുന്നിട്ടും അവർ എഴുന്നേറ്റ് മറ്റാരെയും വിളിക്കാതിരുന്നത്. നൈട്രസ് ഓക്സൈഡ് ചെറിയ തോതിൽ ശ്വസിച്ചാൽ ജീവഹാനി ഉണ്ടാവുകയില്ല. സാധാരണയായി 1 മുതൽ 5 മിനിറ്റ് വരെ ശ്വസിക്കുന്നത് അത്ര കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ആവശ്യത്തിന് ഓക്സിജൻ ശ്വസിക്കാത്ത വിധത്തിൽ നൈട്രസ് ഓക്സൈഡ് ശ്വസിച്ചാൽ മരണം സംഭവിക്കാം, അക്ബർ പറഞ്ഞു. താഴെ സെക്യൂരിറ്റി റൂമിൽ ചെറിയൊരു അന്വേഷണം നടത്തിയ ശേഷമാണ് ഞാൻ മുകളിലേക്ക് വന്നത്. പിന്നെ നിങ്ങളുടെ ആ ഡോക്ടറുണ്ടല്ലോ, അയാൾ ഇതിൽ പെട്ടുപോയതാവാനാണ് സാധ്യത. കാരണം സെൻറ്റിമെൻ്റൽ പോയിന്റിൽ പിടിച്ച് അയാൾ വഴി നിങ്ങളെ വരുതിയിലാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം കൂടാതെ ദഹിപ്പിച്ച് കളയിക്കുവാൻ രാഹുലും കാമുകിയും ആ ഡോക്ടറെ വെറുതെ കരുവാക്കി. ഒരു ഡോക്ടർ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയും വ്യാജമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കപ്പെടുകയും ചെയ്തേനെ. അയാളുടെ കൂർമ്മബുദ്ധി അയാളെ മരണം ഒരു പോലീസ് കേസ് ആവുകയാണെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ തടയുവാനായി പലതും കാട്ടിക്കൂട്ടുമായിരുന്നു. ഇനി പറയൂ, ചോദ്യം ചെയ്ത് എൻ്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മിസ്റ്റർ അരുൺ, നിങ്ങളത് തടയരുത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അരുൺ ഇതെല്ലാം കേട്ട് ഏതാനും നിമിഷം മുഖം കുനിച്ചിരുന്നു. സാർ, എൻ്റെ ബന്ധുവായ രാഹുൽ തന്നെ ഇതിൽ അകപ്പെടും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇനി എന്താണ് നമ്മൾ ചെയ്യുക? അയാൾ വിഷമത്തോടെ പറഞ്ഞു. നിയമത്തിന് അതിൻ്റേതായ വഴികളുണ്ട് മിസ്റ്റർ അരുൺ. കുറ്റം തെളിഞ്ഞാൽ ഞാൻ ആ വഴിയെ മുന്നോട്ട് പോകും. അക്ബർ അത് പറഞ്ഞു തീരും മുൻപ് വാതിലിൽ ഒരു തട്ട് കേട്ടു. അകത്തേക്ക് വരാമോ? രാഹുലാണ്. തീർച്ചയായും കടന്നു വരൂ രാഹുൽ, അക്ബറാണ് മറുപടി പറഞ്ഞത്. അരുണിൻ്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് രാഹുൽ ഒന്ന് അമ്പരന്ന് പോയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖം സാധാരണഗതിയിലാക്കിക്കൊണ്ട് അയാൾ ഒരു വിളറിയ ചിരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വന്നിരുന്നു. എന്താണ് അരുണെ, പോലീസൊക്കെ ഫ്ലാറ്റ് കൊടുക്കാൻ പ്ലാനുണ്ടോ? തലയിൽ കൈ കൊടുത്ത് മുഖം കുനിച്ചിരുന്ന അരുണിന് തൻ്റെ വികാരത്തെ അടക്കുവാനായില്ല. അയാൾ രോക്ഷാകുലനായി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. കൊന്നുകളഞ്ഞു നീ അല്ലേടാ? പെട്ടെന്ന് മുഖഭാവം മാറിയ രാഹുൽ ക്രുദ്ധനായി അസഹ്യതയോടെ ചോദിച്ചു.
ആരെ കൊന്നു? ആര് കൊന്നു? നീ കൊന്നു എൻ്റെ അമ്മയെ. എന്നെക്കാളേറെ വിശ്വസിച്ചതും സ്നേഹിച്ചതും നിന്നെയാണ് എൻ്റെ അമ്മ. ആ അമ്മയാണ് നീ. രാഹുലിൻ്റെ നേരെ കുതിച്ച അരുണിനെ അക്ബർ കയറി വട്ടം പിടിച്ചു. അപ്രതീക്ഷിതമായ അരുണിൻ്റെ നീക്കം കണ്ട് സംഭ്രമത്തോടെ പിന്നോട്ട് നീങ്ങിയ രാഹുൽ വാതിലും കടന്ന് ഇറങ്ങിയോടി. സാർ, അവൻ രക്ഷപ്പെടരുത്. പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അരുൺ പറഞ്ഞു. അക്ബർ തൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ വലത് കൈയിലെ ചൂണ്ടുവിരൽ അമർത്തി. തങ്കച്ച, ആള് വരുന്നുണ്ട്. വേഗത്തിലാണ് വരവ്. ഈ മാനസിക നിലയിൽ അവൻ ഒരിക്കലും ലിഫ്റ്റ് ഉപയോഗിക്കില്ല. സ്റ്റെയർകേസ് ഇറങ്ങിയാവും വരിക. ബ്ലൂ ചെക്ക് ഷർട്ട്, കാക്കി പാന്റ്, ഇതാണ് വേഷം. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ അല്ലേ? അക്ബർ തങ്കച്ചന് നിർദ്ദേശം നൽകി. ഞാൻ ഏറ്റു സാർ. ഞാൻ സ്റ്റെയർകേസിൻ്റെ ചുവട്ടിൽ തന്നെയുണ്ട്. ഒരു 3 പേരെ വരെ ഒതുക്കാൻ ഈ തങ്കച്ചൻ ധാരാളമാണ്. ദാ അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി സാർ, ഓക്കെ, തങ്കച്ചൻ പറഞ്ഞു. തങ്കച്ചോ? അതെ, അവനെ ചോദ്യം ചെയ്യാനാണ്. ഉപദ്രവം വേണ്ട. അക്ബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അപ്പോൾ ശരി മിസ്റ്റർ അരുൺ, അയാളെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ. എൻ്റെ സംശയങ്ങൾ ശരിയാണോ എന്നറിയാമല്ലോ. അപ്പോഴേക്കും ഡോക്ടർ ജേക്കബിൻ്റെ ഫോൺ കോൾ അരുണിൻ്റെ ഫോണിൽ മുഴങ്ങി. കോൾ എടുത്തോളൂ, പക്ഷേ ഞാൻ വന്ന കാര്യം പറയണ്ട, അക്ബർ പറഞ്ഞു. ഹലോ ഡോക്ടർ. അരുൺ ഫോൺ എടുത്തു. അരുണെ, ഞാൻ വരാൻ അല്പം താമസിക്കും. ട്രാഫിക്കിൽ പെട്ടുപോയി, ഡോക്ടർ ജേക്കബ് അറിയിച്ചു. ലൗഡ് സ്പീക്കറിലിട്ടിരുന്ന ഫോണിലെ സംഭാഷണം കേട്ട അക്ബർ കൈകൊണ്ട് ഇപ്പോൾ വരണ്ട എന്ന് പറയുവാൻ അരുണിനെ കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടി. അരുൺ അത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു. ഡോക്ടർ, വേണ്ട, വരണ്ട. ഞാൻ അവിടേക്ക് വന്നോളാം. തിരിച്ചു പോയിക്കോളൂ. അതിനോടകം തങ്കച്ച രാഹുലിനെ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. എന്തിനാണ് രാഹുൽ നീ ഓടിയത്? ശാന്തമായ സ്വരത്തിൽ അക്ബർ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. പകരം തല കുനിച്ചു നിന്നു. ഇവിടെ വന്നിരിക്കൂ, അക്ബർ അയാളോട് പറഞ്ഞു. തങ്കച്ചൻ അയാളെ പിടിച്ചു വലിച്ച് ആ മുറിയുടെ മധ്യത്തിലായി ഒരു വെളുത്ത പ്ലാസ്റ്റിക് കസേരയിൽ കൊണ്ടുവന്നിരുത്തി. അയാൾ നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാണ് ഓടിയത്? അക്ബർ ചോദിച്ചു. അത് പിന്നെ, കൊലയാളി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ഓടാത്തത്? അവൻ അത്ര സഹകരണമില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ട് പതിയെയാണ് അയാൾ സംസാരിച്ചത്. എൻ്റെ മുഖത്തേക്ക് നോക്കൂ രാഹുൽ, അക്ബർ ശാന്തവും തീവ്രവുമായ സ്വരത്തിൽ പറഞ്ഞു. അവൻ നോക്കി. രാഹുലിൻ്റെ കൃഷ്ണമണികൾ ഇടയുന്നുണ്ടായിരുന്നു. ശ്വാസഗതി കൂടുകയും വിയർക്കുകയും ചെയ്തു. AC കൂട്ടിയിടണോ? അക്ബർ ചോദിച്ചു. വേണ്ട വേണ്ട. പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് എടുത്ത് മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുത്തുകൊണ്ട് രാഹുൽ മറുപടി പറഞ്ഞു. വിവാഹം കഴിച്ചത് എവിടെ നിന്നാണ്? അക്ബർ ചോദിച്ചു. തൊടുപുഴ. എന്താണ് ഭാര്യയുടെ പേര്? പാർവണ. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുലിൻ്റെ കയ്യിൽ കിടന്ന മോതിരം അക്ബർ കണ്ടു. ഇത് സ്വർണമാണോ? അക്ബർ ചോദിച്ചു. രാഹുൽ ആ ചോദ്യം കേട്ട് തൻ്റെ മോതിരത്തിലേക്ക് ഒന്ന് നോക്കി. അതെ, സ്വർണമാണ്. എത്ര പവനാണ്? 1 പവൻ. അരുൺ അസഹ്യതയോടെ അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്ത് ചോദ്യം ചെയ്യലാണ് എന്ന മട്ടിലായിരുന്നു ആ നോട്ടം. പക്ഷെ അക്ബർ ആകട്ടെ രാഹുലിൻ്റെ കണ്ണിൽ നിന്നും തൻ്റെ ദൃഷ്ടി മാറ്റാതെ അവനോട് പലതും ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനത്തെ ചോദ്യം ഇതായിരുന്നു. നൈട്രസ് ഓക്സൈഡ് എയർ ഫ്രഷ്നറിൻ്റെ ബോട്ടിലിലാക്കുന്ന വിദ്യ പറഞ്ഞു തന്ന വിദ്വാൻ ആരാണ്? ആ ചോദ്യത്തിന് മുൻപിൽ അവനൊന്ന് പകച്ചു. പറയടോ. അവൻ രൂക്ഷമായി അക്ബറിനെ തറപ്പിച്ചു നോക്കി. രാഹുൽ നൊടിയിടയിൽ ചാടി എഴുന്നേറ്റിട്ട് താനിരുന്ന പ്ലാസ്റ്റിക് കസേര വലിച്ചെടുത്ത് അക്ബറിൻ്റെ നേരെ വീശി. അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഊഹിച്ചിരുന്ന അക്ബർ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. തൻ്റെ വലതുകാൽ നീട്ടി അവൻ്റെ ഇടതുകാലിൽ മടക്കിൽ ആഞ്ഞടിച്ചു. ഒരു കാൽ മടങ്ങി അടിതെറ്റി വീഴാൻ തുടങ്ങിയ രാഹുലിനെ തങ്കച്ചൻ പിന്നിൽ നിന്നും പിടിച്ച് അമർത്തി ഞെരിച്ചു. എന്നിട്ട് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. നീ ആരുടെ നേർക്കാടോ പൊന്നുമോനെ കൈ ഓങ്ങിയത്? അക്ബർ അവൻ്റെ മുഖത്തോട് മുഖം വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. രാഹുലെ, ആളുകൾ കളവ് പറയുമ്പോൾ മിക്കവരും ഇടയ്ക്കിടെ കണ്ണിൻ്റെ ദൃഷ്ടികൾ മാറ്റും. അതിവേഗത്തിൽ കണ്ണുകളിടയും. പിന്നെ ഒരു സാധാരണ മനുഷ്യൻ മനസ്സിൽ കള്ളം വെച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയാൽ അവൻ്റെ തലയുടെ പൊസിഷൻ മാറ്റും. ശ്വാസോച്ഛ്വാസം വേഗത്തിലാവും. പറഞ്ഞ വാചകങ്ങൾ തന്നെ ചിലപ്പോൾ ആവർത്തിക്കപ്പെടും. നിന്നോട് ചോദിച്ച പലതിനും നീ നൽകിയ ഉത്തരങ്ങളും തന്ന രീതിയും നിന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നതാണ്. അവസാനത്തെ നിന്റെ പ്രവൃത്തി അതിന് അടിവരയിടുകയും ചെയ്തു. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. ബാക്കി കഥ എൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പറയാം ഞാൻ. അരുണെ, ഞാനിവനെ. അക്ബർ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ഒന്നും സംസാരിച്ചില്ല. അക്ബർ അവിടെ മേശപ്പുറത്ത് വെച്ചിരുന്ന തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു. രാഹുലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പിന്നാലെ തങ്കച്ചനും. അവർ നടന്നു പോകുന്നത് അത്ഭുതവും നടുക്കവും വിട്ടുമാറാത്ത മുഖഭാവത്തോടെ അരുൺ നോക്കി നിന്നു.
രാത്രി 9 മണി. ന്യൂസ് ചാനലുകളിലെ പ്രധാന വാർത്ത ഫ്ളാറ്റിലെ ജാനകി അമ്മാളിൻ്റെ മരണം കൊലപാതകമാണെന്നുള്ള പോലീസിൻ്റെ കണ്ടെത്തലിനെ പറ്റിയായിരുന്നു. കടവന്ത്രയിലെ സ്വകാര്യ ഫ്ളാറ്റിലെ വൃദ്ധയുടെ മരണം കൊലപാതകം. നൈട്രസ് ഓക്സൈഡ് ഉപയോഗിച്ചുള്ള കൊലപാതകം സംസ്ഥാനത്ത് തന്നെ ആദ്യമാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കൊല്ലപ്പെട്ട ജാനകി അമ്മാളിൻ്റെ സഹോദരപുത്രൻ 30 വയസ്സുള്ള രാഹുൽ, കൊലപാതകം നടത്തുവാൻ അയാളുടെ കൂടെ നിന്ന് സഹായിച്ച ഭാര്യ പാർവണ എന്നിവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ അക്ബറിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. വാർത്ത തുടർന്നുകൊണ്ടേയിരുന്നു. അക്ബർ തൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന മകൻ്റെ മുടിയിഴകളിലൂടെ വിരലുകളോടിച്ചു. റസിയ, ഇവനെ എടുത്തുകൊണ്ട് കിടത്ത്. അക്ബർ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പുറത്ത് നേരിയ ഇടിവെട്ടുന്ന ശബ്ദമുണ്ടായിരുന്നു. നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. അകത്തുനിന്നും നടന്നു വന്ന് മകനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് റസിയ പറഞ്ഞു. TV നിർത്തക്കൂ. ഓർക്കാപ്പുറത്ത് വല്ല മിന്നലും വന്നാൽ കഴിഞ്ഞു. ആകെയുള്ള ഒരു നേരം പോക്കാണ്. അക്ബർ ചിരിച്ചുകൊണ്ട് റിമോട്ടിൻ്റെ ചുവന്ന ബട്ടണിൽ ചൂണ്ടുവിരൽ അമർത്തിയതും പടക്കം പൊട്ടും പോലെ വലിയൊരു ഇടി വെട്ടിയതും ഒരുമിച്ചായിരുന്നു. കറണ്ടും പോയി. ആകെ ഇരുട്ടിലായി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, റസിയ അഭിമാനത്തോടെ പറഞ്ഞു. നല്ല നാക്ക് തന്നെ, അക്ബർ ചിരിച്ചു. നീ ആ എമർജൻസി എടുക്ക്. നടന്നേ. മൊബൈൽ ഫോണിലെ ടോർച്ചിൻ്റെ വെളിച്ചം തെളിയിച്ചുകൊണ്ട് അക്ബർ പറഞ്ഞു. പുറത്ത് മഴ കനത്തു. വീശിയടിക്കുന്ന കാറ്റിൻ്റെ ശബ്ദവും ഇടയ്ക്കിടെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഇടിയും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. തുള്ളിക്കൊരു കുടമായി മഴ പേമാരിയായി പെയ്തിറങ്ങുകയായിരുന്നു. നഗരം ഇരുട്ടിലാണ്ടു. ഇടയ്ക്കിടെയുള്ള മിന്നൽ പിണരുകൾ ഞൊടി നേരത്തേക്ക് പകൽ പോലെ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. രാവിൻ്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞു. മഴയ്ക്ക് ശമനം വന്നിരുന്നു. എങ്കിലും ആ പിശറൻ കാറ്റും ഇടിമിന്നലും തുടർന്നുകൊണ്ടേയിരുന്നു. നഗരത്തിൽ നിന്നും അല്പം ദൂരെ മാറി ഒരു ഒറ്റപ്പെട്ട ഇരുനില വീട്. ആ വീട് ലക്ഷ്യമാക്കി മഴ നനഞ്ഞ് കുതിർന്ന പാതയിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ദൃഢമായ കാലടികളോടെ ബൂട്ട്സിട്ട് നീളമുള്ള ഒരു മഴക്കോട്ടണിഞ്ഞ് തലയിലൊരു നീളൻ തൊപ്പി വെച്ച് മുഖത്ത് മാസ്ക് ധരിച്ച് ഏതാണ്ട് 6 അടിയിലധികം ഉയരം തോന്നിക്കുന്ന ഒരാൾ. അയാൾ കറുത്ത കയ്യുറകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇടതു കൈയിൽ ഒരു പൊതിയും. വഴിയിൽ കെട്ടിക്കിടന്ന മഴവെള്ളം അയാളുടെ കനത്ത കാലടിയിൽ തെറിച്ചുകൊണ്ടിരുന്നു. കടന്നുപോയ വഴിയിലെ നിരപ്പലക നിരത്തി അടച്ചുപോയ ഒരു പഴയ പീടികത്തിണ്ണയിൽ പിഞ്ചിക്കീറിയ പുതപ്പുകൊണ്ട് പുതച്ചു കിടന്ന ഒരു ഭിക്ഷക്കാരൻ ആരോ നടന്നെടുക്കുന്ന ശബ്ദം കേട്ട് പുതപ്പിനിടയിൽ കൂടി നോക്കി. അസാധാരണമായ വേഷത്തിൽ, അതിവേഗത്തിൽ, അസമയത്ത് ഇതാരാണ്? അയാളുടെ മനസ്സിൽ ഭയവും സംശയവും ഉറഞ്ഞുകൂടി. പെട്ടെന്ന് ആ വഴിയാത്രക്കാരൻ ഒന്ന് നിന്നു. മുഖം തിരിച്ച് ഭിക്ഷക്കാരൻ്റെ നേർക്ക് ഒന്ന് നോക്കി. വലത് കൈയിലെ ചൂണ്ടുവിരൽ ചുണ്ടോട് ചേർത്ത് ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ച് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. മുഖം വ്യക്തമായി കാണാനാവില്ലെങ്കിലും ആ നിൽപ്പും ഭാവവും യാചകൻ്റെ നെഞ്ച് കിടുക്കുന്നതായിരുന്നു. അയാൾ ഭയന്ന് കണ്ണുകളടച്ചു. ആ വഴിയാത്രികൻ അതിവേഗം മുന്നോട്ട് നടന്നു നീങ്ങി. ആ ഇരുനില വീടിൻ്റെ മുന്നിലെത്തിയ അയാൾ മതിലിൽ പതിപ്പിച്ച കറുത്ത മാർബിൾ ഫലകത്തിൽ എഴുതിയ സ്വർണ്ണ നിറമുള്ള അക്ഷരങ്ങളിൽ മെല്ലെ തൻ്റെ വിരലുകൾ ഓടിച്ചു. പ്രശാന്ത് നമ്പ്യാർ, നികുഞ്ചം. അതിലങ്ങനെയാണ് എഴുതി വച്ചിരുന്നത്. ആ 6 അടിയിലധികം ഉയരമുള്ള മനുഷ്യൻ അനായാസം തൻ്റെ മുൻപിലായി അടഞ്ഞുകിടന്ന ഗേറ്റിൻ്റെ മുകളിലൂടെ അകത്തേക്ക് ചാടി. ചെളിയും വെള്ളവും തെറിപ്പിച്ചുകൊണ്ട് ആ ബൂട്ട്സ് മണ്ണിൽ അമർന്നു. തൻ്റെ തലയിൽ ഉറപ്പിച്ചിരുന്ന കറുത്ത നീളൻ തൊപ്പി ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം അയാൾ ആ വീടിൻ്റെ മുൻവശത്തേക്ക് നടന്നു ചെന്നു. കൈവശമുണ്ടായിരുന്ന നീളമുള്ള ചെറിയ വളഞ്ഞ കമ്പി ഉപയോഗിച്ച് മെല്ലെ വാതിൽ തുറന്നു. പതിഞ്ഞ കാലടികളോടെ അകത്തേക്ക് പ്രവേശിച്ച അയാൾ നേരെ ചെന്നത് അടുക്കളയോട് ചേർന്ന മുറിയിൽ കിടന്നുറങ്ങിയ ജോലിക്കാരിയുടെ മുറിയിലേക്കാണ്. ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്ന അവരുടെ മുഖത്തേക്ക് തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ബോട്ടിലെടുത്ത് അയാൾ സ്പ്രേ ചെയ്തു. കുപ്പി വീണ്ടും പോക്കറ്റിലേക്ക് നിക്ഷേപിച്ച ശേഷം അയാൾ നടന്ന് സ്റ്റെയർകേസ് കയറി മുകളിലത്തെ നിലയിലേക്ക് നടന്നു. അവിടെ ആദ്യം കണ്ട മുറിയുടെ കതക് ബൂട്ട്സ് കൊണ്ട് മെല്ലെ തള്ളി തുറന്നു. അകത്തൊരു യുവതി ശാന്തമായി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നടന്ന് അവരുടെ അടുത്തെത്തിയ അയാൾ അല്പനേരം ആ യുവതിയെ നോക്കി നിന്നു. പിന്നെ മെല്ലെ ഇടതു കൈയിലുണ്ടായിരുന്ന പൊതി പതിയെ തുറന്ന് ഒരു പൈപ്പ് റേഞ്ച് പുറത്തേക്കെടുത്തു. ക്ഷണനേരം കൊണ്ട് ആ ആയുധം ഉയർന്നു താണു. യുവതിയിൽ നിന്നും ഒരു ആർത്തനാദമുയർന്നു.
The coming of the lawless one is by the activity of Satan with all power and false signs and wonders. അയാൾ പിറുപിറുത്തു. കറുത്ത കയ്യുറ ധരിച്ച വലത് കൈകൊണ്ട് ആ പെൺകുട്ടിയുടെ കവിളിൽ പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചു നോക്കി. അവൾ മെല്ലെ ഞരങ്ങുന്നുണ്ടായിരുന്നു. അയാൾ കൈപ്പത്തി നിവർത്തി മെല്ലെ അവളുടെ കവിളത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, "സ്ലീപ്പ് വെൽ ബേബി." അവളുടെ ദൃഷ്ടികൾ പിന്നോട്ട് മറിഞ്ഞു തുടങ്ങി. തലയുടെ ഇടതുഭാഗത്ത് അടികൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മുറിവായിൽ നിന്നും രക്തം കിടക്കയിലേക്ക് ഒഴുകി പടരുന്നുണ്ടായിരുന്നു. ക്രമേണ അവളുടെ ബോധം മരണസമാനമായ നിശ്ചലത കൈവരിച്ചു. ആ ചുടുരക്തത്തിൻ്റെ ഗന്ധം അയാൾ മുഖമടുപ്പിച്ച് ആസ്വദിച്ചു. ഇരു കൈകളും ലംബമായി നിവർത്തിപ്പിടിച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, "ഈ ദിവ്യബലി സ്വീകരിച്ചാലും." പുറത്ത് ഇടിവെട്ടി തുടങ്ങിയിരുന്നു. വീണ്ടും പേമാരി പെയ്തിറങ്ങി. ആ പെൺകുട്ടിയുടെ ജീവൻ പിടഞ്ഞു പിടഞ്ഞു തീരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. പിറ്റേ ദിവസം പകൽ, സമയം 12 മണി. കമ്മീഷണർ മോഹൻദാസിൻ്റെ ഓഫീസ്. എനിക്കറിയാമായിരുന്നു അരുണിൻ്റെ സംശയങ്ങൾ താൻ തീർക്കുമെന്ന്. എന്നാലും ഇത്രയും വേഗം അതിനൊരു ഉത്തരം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നടോ അക്ബറെ. മോഹൻ തൻ്റെ മുന്നിലിരിക്കുന്ന അക്ബറിനോട് പറഞ്ഞു. "എനിക്കും സാർ. ആ CCTV ഫൂട്ടേജസും വിസിറ്റിംഗ് ലിസ്റ്റുമൊന്നും സംശയം തോന്നിക്കത്തക്ക വിധം പ്രത്യേകതയുള്ളതൊന്നുമായിരുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. പക്ഷേ അതങ്ങ് കുറുക്കിക്കൊണ്ടു." പിന്നെ അയൽവാസിയുടെ ചിരി റെഫറൻസും കാര്യങ്ങൾ വല്ലാതെ എളുപ്പത്തിലാക്കി തന്നു. അക്ബർ പറഞ്ഞു, "എവിടെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുവാൻ ആരൊക്കെയാണ് കൊണ്ടുപോകുന്നത്?" മോഹൻ അന്വേഷിച്ചു. "നമ്മുടെ രാജീവും ടീമും. പിന്നെ അശ്വതിയെ കൂടെ അയക്കുന്നുണ്ട്. അയാളുടെ ഭാര്യയും കൂട്ടുപ്രതിയല്ലേ?" ഗുഡ്. അപ്പോൾ ആ പ്രഹേളികയ്ക്കൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു അല്ലേടോ ഷെർലക് ഹോംസേ?" മോഹൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അക്ബർ മറുപടിയൊന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. "എന്നാൽ ഞാൻ അങ്ങോട്ട്." ആ നിമിഷം മോഹൻ്റെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി. "ഒരു നിമിഷം" എന്ന് കൈകൊണ്ട് കാണിച്ച് മോഹൻ ഫോൺ എടുത്തു. അയാളുടെ മുഖഭാവത്തിൽ നിന്നും അസാധാരണമായ എന്തോ വാർത്തയാണിതെന്ന് അക്ബറിന് മനസ്സിലായി. എഴുന്നേറ്റ അക്ബർ കസേരയിലേക്ക് മെല്ലെ ഇരുന്നു. ടെലിഫോൺ സംഭാഷണം കഴിഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് മോഹൻ പറഞ്ഞു, "തന്നോട് നിൽക്കാൻ പറഞ്ഞത് നിർമ്മല വൈകിട്ട് നിങ്ങൾ 3 പേരോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞങ്ങളുടെ 20ാം വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. പ്രത്യേകിച്ച് ആരുമില്ല. നമ്മുടെ 2 കുടുംബങ്ങൾ മാത്രം. അതൊന്ന് നേരിട്ട് പറയുവാനാണ് നിൽക്കുവാൻ പറഞ്ഞത്." "ആ വിവാഹ വാർഷിക ദിനാശംസകൾ സാർ." "എന്താണ് സാർ മുഖം വല്ലാതെ ഇരിക്കുന്നത്? എന്തായിരുന്നു ആ ഫോൺ സന്ദേശം?" അക്ബർ ചോദിച്ചു. "പറയാം." മോഹൻ പറഞ്ഞു. "അക്ബറെ, ഇവിടെ എറണാകുളം ടൗണിൽ നിന്ന് അല്പം മാറി ഒരു മർഡർ നടന്നിരിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് നടന്നത്. ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ടത്. വേലക്കാരിയും അവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റിപ്പർ മോഡൽ കൊലപാതകം. അവിടുത്തെ ഇൻസ്പെക്ടറും ടീമും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേലക്കാരിയെ എന്തോ സ്പ്രേ ചെയ്ത് ബോധം കെടുത്തിയിരുന്നു. അവർക്ക് ബോധം വീണ ശേഷമാണ് ഈ കൃത്യത്തെപ്പറ്റി പോലീസിൽ അറിയിച്ചത്. താൻ ഏതായാലും തങ്കച്ചനെയും കൂട്ടി അവിടം വരെ ഒന്ന് പോകൂ. പ്രാഥമിക റിപ്പോർട്ട് അവർ തയ്യാറാക്കിക്കോട്ടെ. തൻ്റെ ഒരു പ്രസൻസ് അവിടെ വേണം. ഒരുപക്ഷെ ഇതൊരു വലിയ തലവേദന കേസാകുവാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു." മോഹൻ പറഞ്ഞത് അത്രയും ശ്രദ്ധാപൂർവം കേട്ടിരുന്ന അക്ബർ പറഞ്ഞു, "ഞാൻ പോകാം സാർ." അക്ബർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അക്ബറും തങ്കച്ചനും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെയാകെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. മതിലിനും മുകളിലും ഗേറ്റിലും തൂങ്ങി 100 കണക്കിന് ആളുകളാണ് ആ വീടിന് ചുറ്റിലുമായി നിരന്നു നിന്നിരുന്നത്. പോലീസ് വാഹനം കണ്ടതോടെ ജനം വഴിമാറിയെങ്കിലും പത്രമാധ്യമങ്ങളുടെ പ്രതിനിധികൾ അവിടെ പൊതിഞ്ഞു നിന്നു. ഗേറ്റിന് പുറത്ത് വണ്ടി പാതയോരം ചേർന്ന് ഒതുക്കിയിട്ട് അക്ബറും തങ്കച്ചനും ഗേറ്റ് നടന്ന് അകത്തേക്ക് കയറി. ആ ഗേറ്റ് മുതൽ വീട്ടിലേക്കുള്ള ദൂരമത്രയും അക്ബർ നിലത്ത് നോക്കിയാണ് നടന്നത്. അവിടവിടെയായി ആഴത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ കാണാമായിരുന്നു. പക്ഷേ അവയിലെല്ലാം മഴവെള്ളം നിറഞ്ഞിരുന്നു. അവർ നടന്നു ചെന്നത് ചരൽക്കല്ലുകൾ വിരിച്ച മുറ്റത്തേക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നീടങ്ങോട്ട് കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ പ്രയാസമായിരുന്നു. കാർപ്പറ്റിലുണ്ടായിരുന്ന മണലും ചെളിയും കലർന്ന മിശ്രിതം അക്ബർ ശ്രദ്ധിച്ചു. അകത്തേക്ക് നടന്ന അക്ബർ കണ്ടത് തലയിൽ കൈകൊടുത്ത് ദുഃഖിതനായിരിക്കുന്ന ഒരു മധ്യവയസ്കനെയാണ്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ അച്ഛനോ ഭർത്തൃപിതാവോ ആകാം അയാളെന്ന് അക്ബർ മനസ്സിൽ കണക്കുകൂട്ടി.
തൊട്ടപ്പുറത്തായി ജോലിക്കാരിയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അക്ബറിനെ കണ്ട ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, "മുകളിലത്തെ മുറിയിലാണ് സാർ, വരൂ." അവർ മൂവരും മുകളിലേക്ക് നടന്നു. സ്റ്റെയർകേസിൻ്റെ പടവുകളിൽ ഓരോന്നും അക്ബർ ദൃഷ്ടി പായിച്ചുകൊണ്ടാണ് നടന്നു കയറിയത്. മൃതദേഹം കിടന്ന മുറിയിൽ അക്ബർ കണ്ടത് 2 കൈകളും നിവർത്തിവെച്ചുകൊണ്ട് നഗ്നയായി മരിച്ചു കിടക്കുന്ന യുവതിയാണ്. അവളുടെ വയറിൻ്റെ ഭാഗത്തായി മൂർച്ചയുള്ള എന്തോ ഒന്നുകൊണ്ട് ഒരു വൃത്തവും അതിൻ്റെ നടുവിൽ ഒരു ക്രോസും വരച്ചിരുന്നു. നിവർത്തിപ്പിടിച്ചിരുന്ന വലത് കൈയിൽ നിന്നും കിട്ടിയതാണ് സാർ. അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചുരുട്ടിപ്പിടിച്ചിട്ട് നിവർത്തിയെടുത്തതുപോലെ തോന്നിക്കുന്ന ഒരു പേപ്പർ കഷ്ണം അക്ബറിൻ്റെ നേരെ നീട്ടിക്കാണിച്ചു. "ഒരു ഗ്ലൗസ് എടുക്ക്," അക്ബർ പറഞ്ഞു. ഗ്ലൗസ് ധരിച്ച ശേഷം അക്ബർ ആ പേപ്പർ വാങ്ങി നിവർത്തിപ്പിടിച്ച് പരിശോധന നടത്തി. രക്തം കൊണ്ട് ചിഹ്നങ്ങളും അക്ഷരങ്ങളും എഴുതിയിരുന്ന ഒരു പേപ്പർ തുണ്ടായിരുന്നു അത്. കുറേയേറെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും നല്ല നിരനിരയായി എഴുതി വെച്ചിരുന്നു. ഏറ്റവും അവസാനമായി ഒരു വൃത്തവും അതിൻ്റെ നടുവിൽ ഒരു ക്രോസും. അക്ബർ പേപ്പർ താഴ്ത്തി മൃതദേഹത്തിലേക്ക് നോക്കി. അതേ ചിഹ്നം തന്നെ. നിലത്തു കിടന്ന ചതുരാകൃതിയിലുള്ള ചെറിയ മൺകട്ടകൾ അക്ബർ ശ്രദ്ധിച്ചു. ഷൂസിൻ്റെ ഹീലിൻ്റെ അടിയിൽ നിന്നും ഉതിർന്നു വീണതുപോലെയായിരുന്നു അത്. അവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരുന്ന ഫോറൻസിക് ടീമിനോട് അവ പ്രത്യേകമായി കളക്ട് ചെയ്യുവാൻ അക്ബർ നിർദ്ദേശിച്ചു. "ടെമ്പിൾ റീജിയനിലാണ് അടി, അല്ലേ?" "സെയിം ലൈക്ക് എ റിപ്പർ മോഡ് ഓഫ് ഓപ്പറേഷൻ," അക്ബർ ഫോറൻസിക് ടീമിനോട് അഭിപ്രായപ്പെട്ടു. "അതെ മിസ്റ്റർ അക്ബർ, വളരെ ഷാർപ്പായ അളന്നു മുറിച്ചുള്ള പ്രഹരം തന്നെ," ഫോറൻസിക് വിദഗ്ധൻ പറഞ്ഞു. മൃതദേഹത്തിൻ്റെ ശിരോഭാഗം പരിശോധിച്ചുകൊണ്ട് അക്ബർ ചോദിച്ചു, "ഇടം കയ്യനാണ് അയാൾ, അല്ലേ?" മാഗ്നിഫയറിൻ്റെ ഉള്ളിൽ കൂടി ദേഹപരിശോധന നടത്തിക്കൊണ്ടിരുന്ന ഫോറൻസിക് വിദഗ്ധൻ ഒരു കണ്ണടച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും മുഖമെടുത്ത് അത്ഭുതത്തോടെ അക്ബറിനെ നോക്കി. ഏകദേശം 1 മണിക്കൂർ സമയം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അക്ബർ കമ്മീഷണർ മോഹനെ വിളിച്ച് അവിടെ നടന്ന കൊലപാതകത്തിൻ്റെ ഒരു ഏകദേശ രൂപം അറിയിച്ചു. "നമ്മുടെ ടീം എഫിഷ്യൻ്റ് അല്ലേ സാർ?" "അവർ അന്വേഷിച്ചോട്ടെ, നോക്കാം." എന്നാൽ അതിനിടയിൽ തനിക്കൊരു ഫോൺ കോൾ വെയിറ്റിംഗിലുണ്ട് എന്ന് അക്ബറിന് മനസ്സിലായി. "ഞാൻ ഇറങ്ങുന്നു സാർ, വൈകിട്ട് കാണാം." അക്ബർ വേഗം ആ ഫോൺ കോൾ കട്ട് ചെയ്ത നിമിഷം അടുത്ത കോൾ കയറി വന്നു. പ്രൈവറ്റ് നമ്പറാണ്. "ഹലോ." അക്ബർ ഫോൺ ചെവിയോട് ചേർത്തു. "ഹലോ അക്ബർ, എ കോൾ ഫ്രം ഹെൽ." മറുതലക്കിൽ നിന്നും വശ്യമായ ഒരു പുരുഷസ്വരം. "ആരാണ്?" അക്ബർ ചോദിച്ചു. "ഞാനാണ് അക്ബർ, മറന്നോ നീ എന്നെ?" മറുപടി വന്നു. "മനസ്സിലായില്ല," അക്ബർ പറഞ്ഞു. "നീ വലിയ ബുദ്ധിരാക്ഷസനല്ലേ, കണ്ടുപിടിക്കൂ അക്ബർ. നിനക്ക് ഇന്ന് എൻ്റെ ഒരു കരവിരുത് കാണുവാൻ ഭാഗ്യസിദ്ധിച്ചു എന്നെനിക്കറിയാം." "യെസ്, ആ ബലി നടത്തിയത് ഞാൻ തന്നെയാണ്. ദേവി പ്രശാന്ത്, എൻ്റെ ആദ്യത്തെ ഇര. ഇനിയും ഇവിടമാകെ ഞാൻ രക്തം കൊണ്ട് കഥകൾ എഴുതും അക്ബർ. നിനക്ക് തരാനായി ഞാൻ അവളെ ഒരു കത്ത് ഏൽപ്പിച്ചിരുന്നു. അതിലെ ചിഹ്നങ്ങൾ ഡീകോഡ് ചെയ്തെടുത്താൽ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാകും അക്ബർ. നീ ശ്രമിക്ക്." സംസാരം പുരോഗമിക്കുന്നതിനിടയിൽ ദൂരെ നിന്നും ആംബുലൻസിൻ്റെ ശബ്ദം അക്ബറിൻ്റെ കാതുകളിൽ പതിഞ്ഞു. അതേസമയം ആ ശബ്ദം തൻ്റെ ഫോണിലൂടെ അക്ബർ കേട്ടു. "അതെ, അവൻ ഇവിടെ തന്നെയുണ്ട്." മറുതലക്കിൽ നിന്നും ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. "നീ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചത് ശരിയാണ് അക്ബർ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ കൂടി നിൽക്കുന്ന പുരുഷാരത്തിനിടയിൽ വിറളി പിടിച്ച നിന്റെ മുഖം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ നിൽപ്പുണ്ട് അക്ബർ. ഗെയിം തുടങ്ങുകയാണ് ഞാൻ, എ ഡാർക്കസ്റ്റ് എവർ ഗെയിം. ഇനിയും ഇരുണ്ട രാത്രികളുടെ ഇടനാഴിയിൽ ഞാൻ പ്രത്യക്ഷപ്പെടും മരണത്തിൻ്റെ വാറോലകളുമായി. ഈ കളി നമ്മൾ തമ്മിലാണ് അക്ബർ. അക്ബർ വേഴ്സസ് സോഡിയാക് കില്ലർ. നീ കണ്ടുപിടിക്ക് ആ ചിഹ്നങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എന്നെ." ആ ഫോൺ സംഭാഷണത്തിൻ്റെ ഇടയിലും അക്ബറിൻ്റെ കണ്ണുകൾ കൂടി നിന്ന ജനങ്ങളുടെ ഇടയിലായിരുന്നു. ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിന്ന പലരെയും അക്ബർ കണ്ടു. "ബൈ ബൈ അക്ബർ, ക്യാച്ച് മീ ഇഫ് യു ക്യാൻ." കോൾ കട്ടായി. "എന്തു പറ്റി സാർ?" തങ്കച്ചൻ ചോദിച്ചു. "ഈ കൊലപാതകം എനിക്കുള്ള ക്ഷണക്കത്താണോ? ഒരു ഗെയിം റിക്വസ്റ്റ്. എ സോഡിയാക് കില്ലർ ബിഹൈൻഡ് മീ. അവൻ എന്നെ അറിയാം, ഒരു പക്ഷേ അവനെ എനിക്കും." ആൾക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് അക്ബർ പറഞ്ഞു. രാത്രി കമ്മീഷണർ മോഹൻ്റെ വസതി. അക്ബറെ, ആരായിരിക്കും അത്? തന്നെ ചലഞ്ച് ചെയ്യാൻ മാത്രം ചങ്കുറപ്പുള്ള ആ കൊലയാളി. അത് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യം വായിലേക്കൊഴിച്ചുകൊണ്ട് മോഹൻ ചോദിച്ചു. "അറിയില്ല സാർ, പക്ഷേ ഈ കേസിന് കൊലപാതകിക്ക് എൻ്റെ ജീവിതവുമായി എന്തോ ബന്ധമുണ്ട് എന്നു മാത്രം അറിയാം," അക്ബർ പറഞ്ഞു.
ഒറ്റയ്ക്കിതിനെ വലിച്ചു കയറ്റുന്നത് ബോറാണടോ. ഇതിപ്പോൾ ഇന്നായതുകൊണ്ടാ ശ്രീമതി ലൈസൻസ് തന്നത്. അല്ലെങ്കിൽ പിന്നെ പോലീസ് ക്ലബ്ബിൽ പോയി 2 എണ്ണം ഒതുക്കത്തിലടിച്ച് വരികയാണ് പതിവ്. കിരൺ വലിയ കുട്ടിയായില്ലേ, ഇനി അല്പം ഒതുങ്ങുന്നതാണ് ബുദ്ധി. അല്ല, ഞാനിതാരോടാ പറയുന്നത്? തനിക്കിത് ഹറാമല്ലേ? അല്ലേടോ അക്ബറെ, മോഹൻ ചോദിച്ചു. ഹറാമൊന്നും ആയിട്ടല്ല സാർ. ഇതുകൊണ്ട് കരളുരുകി മരിച്ച ഒരു ഉപ്പയുടെ മകനാണ് ഞാൻ. എൻ്റെ ഉമ്മയുടെ കണ്ണീര് ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തോ മദ്യത്തിനോട് എനിക്ക് ഭയമാണ് സാർ എന്നും. ഷെർലക് ഹോംസിന് ഭയമുള്ള എന്തെങ്കിലും ഒന്നുണ്ടല്ലോ, മോഹൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? അക്ബർ ചോദിച്ചു. താൻ പറയടോ. ഊണ് കഴിക്കാൻ വന്നേ രണ്ടാളും. വാതിൽക്കലായി മോഹൻ്റെ ഭാര്യ നിർമ്മല പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ വരാം, മോഹൻ പറഞ്ഞു. എന്താണടോ, എന്താണ് പറയുവാൻ വന്നത്? ഈ ദേവി മർഡർ കേസ് ഞാൻ അന്വേഷിക്കട്ടെ? അക്ബർ ചോദിച്ചു. വേണോ? തനിക്കല്ലാതെ തന്നെ ജോലിഭാരം കൂടുതലാണ്, മോഹൻ പറഞ്ഞു. ഈ വെല്ലുവിളി എനിക്ക് ഏറ്റെടുക്കണമെന്നൊരു തോന്നൽ, അക്ബർ പറഞ്ഞു. എടോ, ആരോ എന്തോ പറഞ്ഞു എന്ന് വെച്ച് താൻ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? അതെ സാർ, നല്ലതുപോലെ ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ അനുവാദം ചോദിക്കുന്നത്, അക്ബർ പറഞ്ഞു. വേറെ ആരും വേണ്ട, ഞാനും തങ്കച്ചനും. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഫോറൻസിക് സർജനുണ്ട്, അയാളും കൂടി വേണം എൻ്റെ ടീമിൽ. ആരാണത്? അക്ബർ മോഹനെ നോക്കി പറഞ്ഞു. ഡോക്ടർ ദീപക് വിശ്വനാഥൻ. ഡാർക്കസ്റ്റ് ഹവറിൻ്റെ 1ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.